പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശാലോം ഫെലോഷിപ്പ് നൈറ്റിലേക്ക് ഈശോയുടെ നാമത്തിൽ എല്ലാവരെയും വലിയ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ശാലോമിനെ സ്നേഹിക്കുന്ന ശാലോമിൻ്റെ പ്രേക്ഷകരും ശാലോം പ്രെയർ ടീമും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന വലിയ ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ചൊരിയപ്പെടുന്ന അനുഗ്രഹീത ശുശ്രൂഷയാണ് ശാലോം ഫെലോഷിപ്പ് നൈറ്റ്. ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ തന്നെ വിശ്വാസപൂർവ്വം നമ്മുടെ നിയോഗങ്ങൾ നമുക്ക് ചേർത്ത് വയ്ക്കാം. നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഈ സമയം ശാലോം പ്രെയർ ടീം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി ഈ സമയം തന്നെ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ വലിയ അനുഗ്രഹങ്ങൾ ചൊരിയുവാൻ ഒരുക്കിയിരിക്കുന്ന ശുശ്രൂഷയാണ് ശാലോം ഫെലോഷിപ്പ് നൈറ്റ്. ഇപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളും വേദനകളും ദുഃഖങ്ങളുമെല്ലാം ഈശോയുടെ മുൻപിലേക്ക് വിശ്വാസത്തോടെ നമുക്ക് ചൊരിയാം. നമ്മുടെ ഇടയിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവം ഈ ശുശ്രൂഷയിലൂടെ നമ്മളെ തീർച്ചയായും അനുഗ്രഹിക്കും. നമ്മുടെ ഭാവിയെ പ്രത്യാശപൂർണമാക്കാൻ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ഈ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ നമുക്ക് പങ്കെടുക്കാം. ലൂക്ക 18:27 അവൻ പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ വചനം നമുക്ക് ഹൃദയപൂർവ്വം സ്വീകരിക്കാം. മനുഷ്യർക്ക് അസാധ്യമായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഡോക്ടേഴ്സ് ഇനി ഒരിക്കലും ഈ രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ അനേകർ ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും ജീവിത വിജയം കൈവരിക്കാൻ കഴിയാത്ത അനേകർ ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ എല്ലാം നിയോഗങ്ങളെ ഈശോയുടെ അത്ഭുതകരമായ സന്നിധിയിൽ സമർപ്പിച്ച് അവിടുത്തെ അത്ഭുതങ്ങളും കൃപകളും നമ്മുടെ മേൽ ചൊരിയപ്പെടുന്ന ഈ അനുഗ്രഹീത പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നമുക്ക് വിശ്വാസപൂർവ്വം ചേർന്ന് നിൽക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ശാലോം ഫെലോഷിപ്പ് നൈറ്റ് നമ്മൾ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രത്യേകമായി നടത്തിയ ശുശ്രൂഷയായിരുന്നു. അനേക ദമ്പതികൾ വലിയ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. നിയോഗങ്ങൾ സമർപ്പിച്ച് വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അനേകരുടെ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലേതാനും സാക്ഷ്യങ്ങൾ നമുക്ക് ഇപ്പോൾ വിശ്വാസത്തോടെ കേൾക്കാം. ഖത്തറിൽ നിന്ന് അഞ്ജു പ്രസാദ് അറിയിച്ച ഒരു സാക്ഷ്യം. വിവാഹം കഴിഞ്ഞ് 12 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. യൂട്യൂബിലൂടെ ദമ്പതികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയിൽ പങ്കെടുത്തു. അതിൽ നൽകിയ വചനങ്ങൾ ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ പ്രഗ്നൻസി പോസിറ്റീവാണ്. ഈശോയ്ക്ക് മഹത്വം. UK നിന്ന് മീനു എന്ന സഹോദരി അറിയിച്ച ഒരു സാക്ഷ്യം. വിവാഹം കഴിഞ്ഞ് 3 വർഷത്തോളമായി PCOD ഉള്ളതിനാൽ പ്രഗ്നൻ്റ് ആകുന്നില്ലായിരുന്നു. കേരളത്തിൽ വന്ന് ചികിത്സ നടത്താൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫേസ്ബുക്കിൽ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ പോസ്റ്റർ കണ്ടു. അതുപ്രകാരം ആ പ്രെയർ കൂടി പ്രാർത്ഥിച്ചു. അതിലെ സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ ചികിത്സ കൂടാതെ വലിയവനായ ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകുമെന്ന് ഉറച്ചു വിശ്വസിച്ച് ഞങ്ങളും പ്രാർത്ഥിച്ചു. പിന്നീട് അല്പ ദിവസങ്ങൾ കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. മരിയ അഖില എറണാകുളത്ത് നിന്ന് അറിയിച്ച ഒരു സാക്ഷ്യം. 3 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. യൂട്യൂബിലെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. അതിൽ നൽകിയ വചനം ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥന തുടർന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആണ്. ഈശോയ്ക്ക് വലിയ മഹത്വം നമുക്ക് നൽകാം. നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് അസാധ്യമായ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന വലിയവനായ ദൈവം, ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതങ്ങളെ സ്പർശിക്കുന്നു. അനേകരുടെ ജീവിതത്തിൽ നിന്ന് വലിയ അപമാനമായി ഉണ്ടായിരുന്ന ആ വേദന എടുത്തു മാറ്റുവാൻ കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈശോയ്ക്ക് ഈ സമയം നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും ഭാരങ്ങളെയും പ്രതിസന്ധികളെയും ഉയർത്തി നന്ദി പറഞ്ഞ് ദൈവത്തിന് മഹത്വം നൽകി ആരാധിക്കുമ്പോൾ അവിടുത്തെ അത്ഭുതകരമായ ശക്തി ഈ ദിനം തന്നെ, ഈ മണിക്കൂറിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. വലിയ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ഈ ശുശ്രൂഷയിലൂടെ വെളിപ്പെടുത്തുന്ന വലിയ കാര്യങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് ഈശോയ്ക്ക് മഹത്വം നൽകി അവിടുത്തെ നമുക്ക് ആരാധിക്കാം.
ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചൊരിയുന്ന മഹാകാര്യങ്ങളോർത്ത്, അസാധ്യമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരുന്നതോർത്ത്, അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് നൽകുന്നതോർത്ത് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. യേശുവേ, ഉണർവും നീയേ, പ്രാണൻ നീയേ, മിശിഹാനാഥ. ചേർന്ന് പ്രാർത്ഥിക്കാം. നീയേ, ഉണർവും നീയേ, പ്രാണൻ നീയേ, മിശിഹാനാഥ. ചങ്കു പിളർന്ന് ജീവൻ തന്ന കാൽവരിനാഥ, ആമേൻ ആമേൻ. ചങ്കു പിളർന്ന് ജീവൻ തന്ന കാൽവരിനാഥ, ആമേൻ ആമേൻ. ഉയിരും നീയേ, ഉണർവും നീയേ, പ്രാണൻ നീയേ, മിശിഹാനാഥ. ഈശോയെ, ഉയിരും നീയേ, ഉയിരും നീയേ, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, പരിശുദ്ധനായ ദൈവം, ഓൾമൈറ്റി. മിശിഹാനാഥ. ഹല്ലേലൂയ. യേശുവേ, ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഈശോ, ഞങ്ങളെ അനുഗ്രഹിക്കുന്നതോർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ വേദനകൾ ഏറ്റെടുക്കുന്നതോർത്ത് നന്ദി പറയുന്നു. അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ ചൊരിയുന്നതോർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ കണ്ണുനീരൊക്കുന്നതോർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ രോഗങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതോർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ തടസ്സങ്ങൾ എടുത്തു മാറ്റുന്നതോർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ രോഗങ്ങൾ എടുത്തു മാറ്റുന്നതോർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജോലി മേഖലയെ അനുഗ്രഹിക്കുന്നതോർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളുടെ നിയോഗങ്ങളെ സ്പർശിക്കുന്നതോർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയിൽ പ്രത്യാശയോടെ ദൈവം ഈ രാത്രിയിൽ നിശ്ചയമായും തൻ്റെ കരങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ നീട്ടും എന്ന വലിയൊരു പ്രത്യാശയോടെ നമുക്ക് അവിടുത്തെ സന്നിധിയിൽ ആയിരിക്കാം. എൻ്റെ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യം ഏതാണ് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് അമേരിക്കയാണ്. സൈനിക ശക്തിയിലും സാമ്പത്തിക ശേഷിയിലും അമേരിക്ക തന്നെയാണ് ഏറ്റവും മുന്നിൽ. അമേരിക്ക എടുക്കുന്ന തീരുമാനങ്ങൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട്. എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. മറ്റുള്ള രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരെയോ പ്രധാനമന്ത്രിമാരെയോ അധികം പേരും അറിയുകയില്ല. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് എന്ന് ഏത് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. അത്രയും സ്വാധീനം അമേരിക്ക എന്ന രാജ്യം ലോകമെങ്ങും ചെലുത്തുന്നുണ്ട്. പക്ഷേ ഒരു വൈരുദ്ധ്യം നമുക്കിവിടെ ശ്രദ്ധിക്കാൻ കഴിയും. ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തിയായ ഈ രാജ്യം ഒരു കാലത്ത് ഒരു അടിമ രാജ്യമായിരുന്നു. എങ്ങനെയാണ് ഈ അടിമ രാജ്യം ഒരു ഉടമ രാജ്യമായി മാറിയത്? ഇതിന് ഉത്തരം കിട്ടണമെങ്കിൽ അമേരിക്കയുടെ ചരിത്രം നമ്മളൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. 1776 അമേരിക്ക സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് വരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഒരു കോളനിയായിരുന്നു അമേരിക്ക. ഈ കാലങ്ങളിലൊക്കെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സമരങ്ങൾ അമേരിക്ക നടത്തിയിട്ടുണ്ട്. പക്ഷേ അവർ ഈ സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ നടത്തിയിരുന്നത് ദൈവത്തിൽ പൂർണ്ണമായും
ആശ്രയിച്ചുകൊണ്ടാണ്. ദൈവമായിരുന്നു അവരുടെ സൈനിക ശേഷിയും സാമ്പത്തിക ശേഷിയും. ഒരു ഉദാഹരണം പറയാം. 1768 അമേരിക്കയിലെ ബോസ്റ്റണിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് അവിടെയുള്ള സ്വാതന്ത്ര്യ സമരങ്ങളെ അടിച്ചമർത്താൻ വലിയ ഒരു സൈന്യത്തെ നിയോഗിച്ചു. അമേരിക്കക്കാർ ഈ സൈന്യത്തെ എങ്ങനെയാണ് നേരിട്ടത് എന്ന് നിങ്ങൾക്കറിയാമോ? അന്നത്തെ നേതാക്കന്മാർ ഒരു ദിവസം പൂർണ്ണമായും പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും വേണ്ടി നീക്കിവെച്ചു. ദൈവത്തിൽ പൂർണ്ണമായും ശരണപ്പെട്ടുകൊണ്ടാണ് അവർ അതിശക്തമായ ബ്രിട്ടീഷ് സൈന്യത്തെ നേരിട്ടത്. വീണ്ടും 1774 ജൂൺ 1 വെർജീനിയ എന്ന സംസ്ഥാനത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ് വളരെ ശക്തമായൊരു സൈന്യത്തെ നിയോഗിച്ചപ്പോൾ അവർ ആ ദിവസം പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനു വേണ്ടി നീക്കിവെച്ചു. അതിനുശേഷമാണ് അവർ സൈന്യമായി ഇറങ്ങിയത്. അത്ഭുതകരമായ ഒരു വിജയം അവർക്ക് നേടുവാനായി സാധിച്ചു. അങ്ങനെയാണ് അവർ 1776 അക്കാലത്തെ ഏറ്റവും പ്രബലമായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജോർജ് വാഷിങ്ടൻ്റെ നേതൃത്വത്തിൽ അമേരിക്ക സ്വാതന്ത്ര്യം നേടിയത്. അമേരിക്കയുടെ ആ സ്ഥാപക പിതാക്കന്മാർക്കുണ്ടായിരുന്ന അതിശക്തമായിട്ടുള്ള ആ ദൈവ ആശ്രയബോധം, അതാണ് അമേരിക്കയുടെ അടിസ്ഥാനം. ജോർജ് വാഷിങ്ടൺ സ്ഥാനമേറ്റ ഉടനെ നടത്തിയൊരു സുപ്രധാനമായ പ്രഖ്യാപനമുണ്ടായിരുന്നു. എല്ലാ വർഷവും നമ്മൾ ദൈവത്തിന് വേണ്ടി ഒരു ദിവസം നീക്കിവെക്കും. ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് ദൈവത്തിൻ്റെ മുമ്പിൽ മാപ്പിരക്കുവാൻ വേണ്ടി, ഉപവാസത്തിന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു ദിവസം നീക്കിവെക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട കുടുംബനാഥന്മാരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ സമ്പത്തായി, നിക്ഷേപമായി കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. ഒരുപക്ഷെ അവർക്ക് വേണ്ട രീതിയിലുള്ള നല്ല ജീവിത സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവുകയില്ല. എന്നാലും നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള ആശ്രയബോധം നൽകുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ ഭാവിയെക്കുറിച്ചോ, അവരുടെ മക്കളെക്കുറിച്ചോ, വരും തലമുറകളെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല. സങ്കീർത്തനങ്ങൾ 147:13 ദൈവം തന്നിൽ ആശ്രയിക്കുന്നവർക്ക് നൽകുന്ന വലിയൊരു സംരക്ഷണത്തെക്കുറിച്ച് പറയുകയാണ്. നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നമ്മുടെ വീടിൻ്റെ ഗേറ്റ് ദൈവമാണ് ബലപ്പെടുത്തുന്നത്. ദൈവമാണ് നമ്മുടെ സംരക്ഷണം എന്ന് സങ്കീർത്തകൻ പറയുകയാണ്. വീണ്ടും ഈ സങ്കീർത്തന വചനം തുടരുകയാണ്. നിന്റെ കോട്ടയ്ക്കുള്ളിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. ദൈവം നമ്മുടെ കുടുംബത്തിന് ചുറ്റും ഉരുക്കുകൊണ്ടുള്ളൊരു കോട്ട കെട്ടിയിരിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾ ഈ കോട്ടയ്ക്കുള്ളിലാണ്. ദൈവം പറയുകയാണ്, നിന്റെ കോട്ടയ്ക്കുള്ളിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളൊരു തീരുമാനമെടുക്കണം. ഞാൻ എൻ്റെ കർത്താവിനോട് ചേർന്ന് ജീവിക്കും. എൻ്റെ കുടുംബത്തെ എൻ്റെ കർത്താവിൻ്റെ കോട്ടയ്ക്കുള്ളിൽ സുരക്ഷിതമായി ഞാൻ വളർത്തും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ലഭിക്കുന്ന മറ്റൊരു കാര്യം, അത് നമുക്ക് തന്നെ ലഭിക്കുന്നൊരു കാര്യമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യപ്രകാരം പറയുന്നു, നീ സമാധാനത്തോടെ നിൻ്റെ പിതാക്കളോട് ചേരും. ഇന്ന് മാതാപിതാക്കന്മാർക്ക് വലിയൊരു ഉത്കണ്ഠയുണ്ട് അവരുടെ ഭാവിയെക്കുറിച്ച്, അവരുടെ ജീവിത സായാഹ്നത്തെക്കുറിച്ച്, അവരുടെ മക്കളെക്കുറിച്ച്. മക്കൾ എന്നെ നോക്കുമോ? ഇങ്ങനെയുള്ള ഉത്കണ്ഠകളുണ്ട്.
എന്നാൽ ദൈവം പറയുകയാണ്, ദൈവത്തിൽ ആശ്രയിച്ചു പോകുന്ന ഒരു പിതാവിനെ, ഒരു മാതാവിനെ ദൈവം തന്നെ അനുഗ്രഹിക്കും. അവൾക്ക് സമാധാനപൂർണമായൊരു വാർദ്ധക്യം ദൈവം നൽകും. അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കാം, ദൈവമായിരിക്കും നമ്മുടെ ആശ്രയം, ദൈവമായിരിക്കും നമ്മുടെ ബലം, ദൈവമാണ് നമ്മുടെ ശക്തി, ദൈവമാണ് നമ്മുടെ കോട്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമേരിക്കയുടെ രണ്ടാമത്തെ ഒരു വിജയ രഹസ്യം, അവർ ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടി ഒരു ദിവസം നീക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ദിവസത്തിൻ്റെ പേര് താങ്ക്സ് ഗിവിംഗ് ഡേ എന്നാണ്. 1863 അമേരിക്കയിലെ ഏറ്റവും പ്രസിഡന്മാരിലൊരാളായിട്ടുള്ള ഏബ്രഹാം ലിങ്കണാണ് ഈ താങ്ക്സ് ഗിവിംഗ് ഡേ ആരംഭിച്ചത്. എല്ലാ വർഷവും ഒരു ദിവസം അവർ ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടി മാത്രം നീക്കി വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്കും വലിയ സന്ദേശം നൽകുന്നുണ്ട്. നമ്മൾ ദൈവത്തിൽ നിന്ന് അനവധി അനുഗ്രഹങ്ങൾ സ്വീകരിച്ചിട്ടുള്ളവരാണ്. പക്ഷേ പലപ്പോഴും നമുക്ക് ദൈവത്തിന് നന്ദി പറയുവാൻ സാധിക്കുന്നില്ല. കൂടുതൽ അനുഗ്രഹങ്ങൾ ചോദിക്കുന്നതിലാണ് നമ്മുടെ ശ്രദ്ധ. എല്ലാ പ്രാർത്ഥനയിലും നമ്മൾ അനുഗ്രഹങ്ങൾ തരണമേ, അനുഗ്രഹങ്ങൾ തരണമേ എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എത്ര പേർക്ക് കഴിഞ്ഞ നാളുകളിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ സാധിക്കുന്നുണ്ട്? യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ഏതാണ്? അത് നന്ദിയുടെ പ്രാർത്ഥനയാണ്. 50-ാം സങ്കീർത്തനം 23-ാം വാക്യം ഇപ്രകാരം പറയുന്നു. സങ്കീർത്തനം 50:23, ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ബലി ഏതാണ്? ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുക, ദൈവത്തിന് നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉന്നതമായ, ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥന. അങ്ങനെ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്ന ഏറ്റവും ചെറിയ കാര്യത്തിൽ പോലും ഇത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവം നൽകുന്നതാണ്, ദൈവമാണ് എന്നെ അനുഗ്രഹിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പൂർണ്ണമായ മഹത്വവും ക്രെഡിറ്റും ദൈവത്തിന് നൽകുമ്പോൾ നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുകയാണ് എന്ന് സങ്കീർത്തനത്തിലൂടെ അവിടുന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ വിജയം നേടുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അമേരിക്ക ആ രാജ്യം നടന്ന വഴിയിലൂടെ നടക്കണമെന്ന് ഈ രാത്രിയിൽ ദൈവം നമ്മെ ഓർപ്പിക്കുകയാണ്. ഒന്ന്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സൈന്യബലം, നമ്മുടെ ആശ്രയം, നമ്മുടെ കോട്ട സർവശക്തനായ ദൈവം മാത്രമാണ്. രണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിൽ മാത്രമല്ല, ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നന്ദിയുടെ ഒരു ജീവിതം നയിക്കുവാനായിട്ട് തീരുമാനമെടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് രണ്ടും മാനുഷികമായി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്ന് നിങ്ങൾക്കറിയാം. ദൈവത്തെ ആശ്രയിക്കണമെങ്കിൽ, ദൈവത്തിന് നിരന്തരമായി നന്ദി പറയണമെങ്കിൽ അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടിയേ തീരൂ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമില്ലാതെ ഒരു വ്യക്തിക്കും ഒരു മനുഷ്യനും ദൈവത്തോട് നിരന്തരമായി ബന്ധപ്പെടുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഈശോ തൻ്റെ ഈ ലോകവാസം വിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശിഷ്യന്മാരോട് പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 49-ാം വാക്യപ്രകാരമാണ്, എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു പേരാണ്, മറ്റൊരു പര്യായമാണ് ശക്തി എന്നുള്ളത്. നമ്മുടെ ബലഹീനതകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയായി വന്ന് നിറയുമ്പോൾ ഏത് സാഹചര്യത്തിലും ദൈവത്തെ കാണുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിൽ ആശ്രയിക്കുവാനായി നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു തീരുമാനമെടുക്കാം. നമ്മൾ പന്തക്കുസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്.
മെയ് 19 പെന്തക്കോസ്തായാണ്. ഇന്ന് മെയ് 15. നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഈ വാഗ്ദാനത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം നിരന്തരമായി. പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറഞ്ഞ് എന്നെ ഒരു ദൈവ പൈതലാക്കി മാറ്റണമേ എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. നമുക്കറിയാം, മെയ് മാസം മാതാവിന് വേണ്ടി, പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട മാസമാണ്. പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുന്നത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്തിലാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഈ ശുശ്രൂഷയിൽ സ്നേഹത്തോടെ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. സ്വസ്ഥമായി ശാന്തമായി ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നിങ്ങൾ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ കോട്ടകൾ, നിങ്ങളുടെ മതിലുകൾ തകർന്നു കിടക്കുകയാവും. ശത്രുക്കൾ നിങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുണ്ടാകാം. സാമ്പത്തികമായ പ്രതിസന്ധി, രോഗത്തിൻ്റെ വലിയ ഭീഷണി, മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, പലതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നോവിക്കുന്നുണ്ടാകാം. ഭയപ്പെടേണ്ട. സർവശക്തനായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പോരാടുവാൻ നിങ്ങളുടെ വലതുവശത്തുണ്ട്. അവിടുത്തെ ശക്തിയാൽ നിശ്ചയമായും നിങ്ങൾക്ക് വിജയം നേടുവാൻ സാധിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി, ഒരു സമൂഹം, ഒരു രാജ്യം ഒരിക്കലും തലകുനിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. അമേരിക്കയുടെ ഇന്നത്തെ ഈ ജീവിക്കുന്ന ഉദാഹരണം അത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും, എത്ര വലിയ പ്രശ്നമാണെങ്കിലും സർവശക്തനായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. അവിടെ നമുക്ക് വേണ്ടി അധ്വാനിക്കും, അവിടെ നമുക്ക് വേണ്ടി പോരാടും. കർത്താവായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അവിടുന്ന് സർവശക്തനാണ് ഞങ്ങളെ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലേക്ക് അവിടുന്ന് കടന്നു വരണം. കർത്താവെ, ഞങ്ങൾ തളർന്നു പോയിട്ടുണ്ട്. കർത്താവെ, ഞങ്ങൾ ഭയപ്പെട്ടു പോകുന്നു. കർത്താവെ, കൊടുങ്കാറ്റുകളും തിരമാലകളും ഞങ്ങളെ ഭയപ്പെടുത്തുന്നു. കർത്താവെ, അങ്ങയിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ ഈ രാത്രിയിൽ അവിടുന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ തളർന്ന മനസ്സുകൾക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നൽകണമേ. കർത്താവെ, തളർന്നുപോയ നിലം പറ്റിക്കിടക്കുന്ന ഞങ്ങളെ ചിറക് വിരിച്ച് പറക്കുവാൻ പറ്റുന്ന രീതിയിൽ അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് ചുറ്റും കോട്ട കെട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഭവനങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കോട്ടയ്ക്കുള്ളിൽ ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വലതുകരം ഞങ്ങളുടെ നേരെ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവെ, ഞങ്ങളെ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഓരോ പിതാവിനെയും മാതാവിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നിയോഗങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, യേശുവേ നന്ദി. പിതാവേ ആരാധന, പരിശുദ്ധാത്മാവേ മഹത്വം. തളർന്ന അനേക വ്യക്തികൾക്ക് കർത്താവ് ബലം നൽകി എഴുന്നേൽപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഭയത്തിനടിമകളായ വ്യക്തികളെ കർത്താവ് മോചിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ നന്ദി. ആദ്യനും നീയേ, അന്ത്യനും നീയേ, അത്യുന്നതനേ മിശിഹാനാഥ. പറഞ്ഞ പ്രാർത്ഥിക്കാം. ആദ്യനും നീയേ, പ്രാർത്ഥിക്കാം. അന്ത്യനും നീയേ, ആരാധിച്ച് അത്യുന്നതനേ മിശിഹാനാഥ.
ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, ശാലോം ടി വിയിലെ ഈ മാസത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുന്നത് നല്ലതായിരിക്കും. അത് വണക്കമാസ പ്രാർത്ഥനയാണ്. മാതൃപാഥേയം എന്നുള്ള പേരിൽ എല്ലാ ദിവസവും 5:30 അത് സംപ്രേഷണം ചെയ്യുന്നു. നിങ്ങളുടെ കുടുംബങ്ങളുടെ രാജ്ഞിയും മാതാവുമായി പരിശുദ്ധ അമ്മയെ സ്വീകരിച്ച് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് നിങ്ങളെല്ലാവരും അനുഗ്രഹം പ്രാപിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തുടർന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിത നിയോഗങ്ങളെയും ആഗ്രഹങ്ങളെയും പ്രശ്നങ്ങളെയും ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനയായി ഉയർത്താം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം തിരുവചനം ഇപ്രകാരം നമ്മളോട് പറയുന്നു: ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും വിശ്വാസത്തോടെ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, രോഗങ്ങൾ, അസ്വസ്ഥതകൾ, നമ്മളെ ഭാരപ്പെടുത്തുന്ന എല്ലാ ചിന്തകളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനം നമ്മളോട് പറയുന്നു: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഈശോ ഈ രാത്രിയിൽ നമ്മോട് ഓരോരുത്തരോടും പറയുന്നൊരു വചനമാണ്: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വിശ്വാസത്തോടെ, ആ ഒരാഴമായ ബോധ്യത്തോടെ എൻ്റെ ഈശോ പറഞ്ഞ ഈ തിരുവചനത്തോട് ചേർത്ത് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. നമ്മെ ഓരോരുത്തരെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഈശോ, നമ്മെ ആശ്വസിപ്പിക്കുന്ന കർത്താവ്, നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവ്, അവിടുന്ന് നമ്മോട് കൂടെയുണ്ട്. അവിടുന്ന് നമ്മോട് കൂടെയുണ്ട്. ഒരു നിമിഷം നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുടുംബത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ജീവിത പങ്കാളി, മക്കള്, കുടുംബത്തിൻ്റെ സാമ്പത്തിക മേഖലകൾ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, ഒരുപക്ഷെ തകർന്ന ഒരു ബന്ധമാണോ നിങ്ങളുടേതെങ്കിൽ അത് നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് ഈ നിമിഷങ്ങളിൽ സമർപ്പിക്കാം. ഒരു നിമിഷം നമ്മുടെ വലതുകരം ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും, നമ്മുടെ കുടുംബത്തിൽ ആയിരിക്കുന്ന എല്ലാ മക്കളെയും വലിയ വിശ്വാസത്തോടെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുവചനം ഇപ്രകാരം നമ്മളോട് പറയുന്നു: സങ്കീർത്തനം 34:10, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. നമ്മുടെ കുടുംബത്തെ ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഇന്ന് നമ്മുടെ കുടുംബം കടന്നു പോകുന്ന എല്ലാ പ്രതികൂലങ്ങളുടെ മേലും ദൈവത്തിന്റെ വലിയ കരുണ കടന്നു വരുവാനായിട്ട് കർത്താവ് നമ്മുടെ കുടുംബത്തിന്റെ നാഥനും രക്ഷകനുമായി കടന്നു വരുവാൻ, ഈശോ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുവാൻ, ഇന്ന് ഈ ഭവനത്തിൽ രക്ഷ കൈവന്നിരിക്കുന്നുവെന്ന് സക്കേവൂസിന്റെ ഭവനത്തിൽ നിന്ന് ഈശോ അരുളി ചെയ്തതുപോലെ നമ്മുടെ ഭവനത്തിൽ വന്നുകൊണ്ട് ഈശോ നമ്മുടെ കുടുംബത്തിന് വലിയ രക്ഷ നൽകുവാൻ വേണ്ടി നമ്മുടെ കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് ഒന്ന് ഉയർത്താം. ഈശോയെ, അവിടുന്ന് ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരണമേ നമുക്ക് ഈശോയോടൊന്ന് പറയാം. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം, ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഇന്ന് അങ്ങന്റെ ഭവനത്തിലേക്ക് വരണമേ, ഇന്ന് അങ്ങന്റെ വീട്ടിലേക്ക് വരണമേ. ഞാൻ അനുഭവിക്കുന്ന പ്രതികൂലങ്ങളിലേക്ക് ഈശോ നീ ഒന്ന് കടന്നു വരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളുടെ വേദനകള്, രോദനങ്ങള്, കണ്ണുനീര് എല്ലാം കർത്താവേ ഞങ്ങളിപ്പോൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ വരണേ, വേദന ഏറ്റെടുക്കാൻ നീ വരണേ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. നാഥാ നീ വരണേ, ഈശോയെ വിളിച്ച് പാടി പ്രാർത്ഥിക്കാം. വേദന ഏറ്റെടുക്കാൻ നീ വരണേ. കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങളെയും ഈശോയ്ക്ക് കൊടുക്കാം. നാഥാ നീ വരണേ, തകർന്ന ബന്ധങ്ങളിലേക്ക് വേദന ഏറ്റെടുക്കാൻ നീ വരണേ.
കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ രാത്രിയിൽ ഈ പ്രാർത്ഥനയിൽ ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളുടെയും രോഗങ്ങളെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. രോഗികളായി കർത്താവെ ആശുപത്രികളിൽ കഴിയുന്ന അനേക മക്കളുണ്ട്. വീട്ടിൽ മാറി മാറി രോഗം വരുന്ന അവസ്ഥകൾ, നിരന്തരമായ രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവർ, ഇപ്പോൾ രോഗികളായി കിടക്കുന്ന മക്കള് എല്ലാവരെയും ദൈവകരങ്ങളിലേക്കൊന്ന് ചേർത്ത് വയ്ക്കാം. ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അവിടുന്ന് ഒരു വാക്ക് അരുളി ചെയ്താൽ മാത്രം മതി, സുഖം പ്രാപിക്കും. നാം സുഖം പ്രാപിക്കും. ആ ഒരു വിശ്വാസത്തോടെ നമ്മുടെ രോഗപീഠകളെ ഇപ്പോൾ ദൈവകരങ്ങളിലേക്കൊന്ന് കൊടുക്കാം. കർത്താവേ, അങ്ങനെ സുഖപ്പെടുത്തണമേ. ആ നിലവിളി, ആ പ്രാർത്ഥന നമ്മുടേതുമായി മാറട്ടെ. കർത്താവേ, അങ്ങനെ സുഖപ്പെടുത്തണമേ. അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവേ, അങ്ങനെ രക്ഷിക്കണമേ. അപ്പോൾ ഞാൻ രക്ഷ പ്രാപിക്കും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. കർത്താവേ, ഞാൻ പലതവണ, ഒരുപാട് തവണ കർത്താവെ ഹോസ്പിറ്റലുകളിൽ പോയി, ഒത്തിരി മരുന്നുകളൊക്കെ കഴിച്ചു, മാറി മാറി മരുന്ന് കഴിച്ചു. എങ്കിലും കർത്താവെ, ഇപ്പോഴും എൻ്റെ രോഗം ഇപ്പോഴും മാറിയിട്ടില്ല. കർത്താവെ, വീണ്ടും ഞാൻ രോഗാവസ്ഥയിലേക്ക് തന്നെ വഴുതി വീഴുന്ന അവസ്ഥയാണ്. കർത്താവെ, ചികിത്സിച്ച് കയ്യിലുള്ളതെല്ലാം തീർന്ന അവസ്ഥയാണ്. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഇതാ ഈശോയെ ഈ പ്രിയപ്പെട്ട മക്കളെ ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. രോഗികളായ മക്കളെ ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയെ ഞങ്ങൾ ഇതാ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ രോഗമുള്ളവർക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ അറിവിലുള്ള എല്ലാ രോഗികളെയും നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി. കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിക്കാം. എല്ലാ രോഗികളെയും സമർപ്പിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദിനും നീയേ, അന്തിനും നീയേ, അത്യുന്നതരേ മിശിഹാനാഥ. കർത്താവേ, ഞങ്ങളുടെ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഈ നിമിഷങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ നമുക്ക് ചേർത്ത് വയ്ക്കാം ഈശോയുടെ സന്നിധിയിലേക്ക്. ഒരുപക്ഷെ ഈ രാത്രിയിൽ മക്കളെ ഓർത്ത് ഒരുപാട് വേദനിക്കുന്ന മാതാപിതാക്കളുണ്ടായിരിക്കും. അല്ലെങ്കിൽ അവരുടെ ഭാവിയെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നവരുണ്ടാകും, ഉത്കണ്ഠപ്പെടുന്നവരുണ്ടാകും. ഈശോയുടെ കരങ്ങളിലേക്ക് അവരെ കൊടുക്കാം. യെശയ്യാ 54:13 തിരുവചനം നമ്മളോട് പറയുകയാണ്, കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ മക്കളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് വേദനിക്കുന്ന ഒരു മാതാവോ ഒരു പിതാവോ ആയിരിക്കും. നമുക്ക് നമ്മുടെ വേദനകളെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. റിസൾട്ടൊക്കെ അറിഞ്ഞ് ഒരുപക്ഷെ ഉപരിപഠനത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ടാകും. ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്ന് ഇപ്പോൾ ചിന്തിക്കുന്നവരുണ്ടാകും. എല്ലാവരെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. പരീക്ഷ എഴുതി നല്ലൊരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാകും. ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടാകും. ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള പല മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ മക്കളെ ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട്, എൻ്റെ കർത്താവേ, അങ്ങ് ഈ രാത്രിയിൽ ഞങ്ങളുടെ മക്കളുടെ ജീവിതങ്ങളിലേക്കൊന്ന് കടന്നു വരണമേ എന്ന് നമുക്ക് ഈശോയോട് പറയാം. ഈശോയെ നമുക്കൊന്ന് വിളിക്കാം. കർത്താവേ, അങ്ങ് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ മക്കളുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ അങ്ങ് തന്നെ പഠിപ്പിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അവർ പോകുന്ന വഴികളിൽ കർത്താവേ, അവിടുന്ന് അവർക്ക് വലിയ സംരക്ഷണമാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി നമ്മുടെ മക്കളെ സമർപ്പിച്ച് അവരുടെ എല്ലാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ മക്കളിൽ പകരണമേ, നിത്യസഹായകനേ. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് ഇപ്പോൾ ചോദിക്കാം. പരിശുദ്ധാത്മാവിനെ
വ്യക്തിപരമായ നിയോഗങ്ങൾ നമുക്ക് ചേർത്ത് വെച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ച് അവ വീണ്ടും വീണ്ടും ഏറ്റു പറയുക വഴി വലിയ അനുഗ്രഹങ്ങളാണ് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്നത്. ഈ ശുശ്രൂഷയിലുടനീളം നമ്മൾ ഏറ്റുപറഞ്ഞ വചനങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വീണ്ടും വീണ്ടും ഈ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. തിരുസഭ മെയ് 19 പെന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കമായി മെയ് 12 മുതൽ മെയ് 19 വരെ ശാലോം ടിവിയിലൂടെ അഗ്നിനാവുകൾ എന്ന പെന്തക്കുസ്ത ഒരുക്ക ധ്യാന ശുശ്രൂഷ നടക്കുന്നു. നിങ്ങളെല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. രാവിലെ 5:30 ഉച്ചയ്ക്ക് 1 മണിക്കും രാത്രി 9:30 ശാലോം ടിവിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പെന്തക്കുസ്തായുടെ വലിയ അഭിഷേകം നിറയുവാൻ നമുക്ക് ആഗ്രഹിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും നിയോഗങ്ങളും ഈ ശുശ്രൂഷയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് ലഭിച്ച സാക്ഷ്യങ്ങളുമെല്ലാം ശാലോമിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അറിയിക്കുന്നത് വലിയ ദൈവമഹത്വത്തിന് കാരണമാകും. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ വലിയ അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തി അനേകരുടെ വിശ്വാസത്തെ ഉണർത്തുവാൻ അത് ഉപകരിക്കും. അതുകൊണ്ട് നമ്മുടെ സാക്ഷ്യങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളുമെല്ലാം ഈ നമ്പറിലേക്ക് നിങ്ങൾ അയയ്ക്കുക. ശാലോമിൻ്റെ ഈ ശുശ്രൂഷകളെല്ലാം മുൻപോട്ട് പോകുന്നത് ശാലോം പീസ് ഫെലോഷിപ്പ് എന്ന കൂട്ടായ്മയുടെ പങ്കുവയ്ക്കലും പ്രാർത്ഥനയും വഴിയാണ്. നിങ്ങളെയും ഈ വലിയൊരു അനുഗ്രഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് വലിയ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ SPF എന്ന ഈ കൂട്ടായ്മയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഇതിൽ പങ്കെടുക്കുവാനും നിങ്ങൾക്ക് കഴിയും. ഈ വലിയ സുവിശേഷ മുന്നേറ്റത്തിൽ പങ്കാളികളായി നമുക്കും നമ്മുടെ തലമുറയ്ക്കും അനുഗ്രഹമായി നമുക്ക് മാറാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഈ സമയം നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിലെല്ലാം കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി നിറയുവാൻ ആഗ്രഹിച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മ വഴി സമർപ്പിച്ച് പരിശുദ്ധ അമ്മയോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഈ മാസം ഈ ശുശ്രൂഷ വലിയ അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ആഗ്രഹിക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.